ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇന്ന് വ്യാഴാഴ്ച. ഇന്ന് വീഡിയോ ഇടാൻ അല്പം വൈകിപ്പോയി. ഞാൻ ഭഗവാന്റെ ക്ഷേത്ര ദർശനത്തിനൊക്കെ പോയിട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് ഇനിയും ഞാൻ പറയുന്നത് കേട്ട് കഴിയുമ്പോൾ ഇന്നത്തെ ദിവസം ബാക്കിയുള്ള സമയം ചൊല്ലേണ്ട ഒരു മന്ത്രത്തെക്കുറിച്ച് പറഞ്ഞു തരാം. ഓം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഈ മന്ത്രം എല്ലാവർക്കും അറിയാം, എന്നെ കേൾക്കുന്ന എല്ലാവർക്കും അറിയാം എന്നറിയാം. പക്ഷേ ഇന്ന് ഇത് നിങ്ങളോട് ചൊല്ലൂ, അല്ലെ നിങ്ങളെ ഇത് ചൊല്ലിപ്പിക്കൂ എന്ന് എനിക്ക് ഭഗവാൻ രാവിലെ മുതൽ ഇത് തന്നെ എന്നെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പറഞ്ഞു കൊടുക്കൂ എന്ന്. കാരണം ഈ മന്ത്രം നമുക്ക് ഒരുപാട് മന്ത്രങ്ങളൊക്കെ ഉണ്ട് ഭഗവാന്റെ. ഇന്നൊന്ന് ജപിക്കൂ. എൻ്റെ ഒരു അഭ്യർത്ഥന മാനിച്ച് ഇന്ന് ഇതൊന്ന് വൈകുന്നേരം വരെ മനസ്സിലിട്ടൊന്ന് ജപിച്ചുകൊണ്ടിരുന്നേ. അതിൻ്റെ മാറ്റം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഇത് നമ്മുടെ ജീവിത ക്ലേശങ്ങൾ മാറ്റുവാനുള്ള ഒരു മന്ത്രമാണ്. ഞാൻ ഇന്ന് ക്ഷേത്രത്തിൽ രാവിലെ പോയി, മോനുമായിട്ടാണ് പോയപ്പോൾ അവിടെ ഓരോരുത്തരുടെയും മുഖത്തേക്ക് ഇങ്ങനെ പ്രാർത്ഥനയോടെ നിൽക്കുന്ന മുഖങ്ങൾ, നാമജപങ്ങളോടെ ഇരിക്കുന്ന മുഖങ്ങളൊക്കെ ഞാനിങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ ഓരോ ജീവിതവും വ്യത്യസ്തമായ വേദനകളും ദുഃഖങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന മുഖങ്ങളെയാണ് എനിക്കതിൽ കാണാൻ കഴിഞ്ഞത്. അവരുടെയൊക്കെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഭഗവാനോട് ആവശ്യപ്പെടുന്ന, അല്ലെ ഭഗവാനോട് ഒരുപാട് വിഷമത്തോടു കൂടി കരഞ്ഞു പറയുന്ന പല കാര്യങ്ങളും അവരുടെ ഉള്ളിലുള്ള വേദനകളാണ്. പല വേദനകളിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നു പോകുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴാണ് എല്ലാ മനുഷ്യരുടെയും ധാരാളം വേദനകളെക്കുറിച്ച് ആലോചിക്കുന്നത്. ഭഗവാനിലേക്ക് വന്നതിന് ശേഷം എനിക്ക് വലിയ വേദനകളൊന്നും എന്നെ ബാധിക്കാറില്ല. തന്നെയുമല്ല, പുറം ലോകത്തുള്ള എല്ലാ മനുഷ്യരോടും ഞാൻ വളരെ സമ്പർക്കത്തിനും പോവുകയില്ല. പക്ഷേ ഇന്ന് ഞാൻ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ എനിക്ക് വ്യത്യസ്തമായൊരു ഫീല് തോന്നി. അതാണ് ഞാനിത് ഭഗവാൻ എന്നെക്കൊണ്ട് നിങ്ങളെ ഓരോരുത്തരെയും ഇത് ചൊല്ലിക്കൂ എന്ന് നിർദ്ദേശിച്ചത്. അപ്പോൾ ഈ നിർദ്ദേശമല്ല, അഭ്യർത്ഥനയാണ്. ഈ പ്രാർത്ഥന ഇന്ന് എന്നെ കേൾക്കാൻ തുടങ്ങുന്ന സമയം മുതൽ ഇത് നിങ്ങൾ ആവർത്തിച്ച് ഓരോരുത്തരും ജപിക്കണം. അപ്പോൾ അതാണ് എനിക്കിന്ന് ആദ്യം പറയുവാനുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ, ഭഗവാന്റെ കാര്യങ്ങൾ നമ്മൾ ഭഗവാനോട് ചെന്ന് ഇങ്ങനെ ഈ വിഷമങ്ങൾ ഭഗവാന്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തെല്ലാം ദുഃഖങ്ങളുണ്ടോ, അല്ലെ ആവശ്യങ്ങളുണ്ടോ, നിവർത്തിക്കാനായിട്ടുള്ള കാര്യങ്ങളുടെ ഒരു പട്ടികയുണ്ടോ, അതൊക്കെ ഭഗവാനോട് മനസ്സുകൊണ്ട് സംവദിച്ചോളൂ. പക്ഷേ രാവിലെ ബെഡിൽ നിന്ന് ഉണരുമ്പോൾ നമുക്ക് നമ്മളുടെ പരിസരം, നമ്മളുടെ റൂമിലേക്ക് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കണ്ണ് കാണാൻ കഴിയുമല്ലോ. ആദ്യം കാണാൻ കഴിയുന്നുണ്ടല്ലോ, ഞാൻ റൂമിലേക്ക് എഴുന്നേറ്റ് ബെഡിലിരിക്കുകയാണെന്ന്. അപ്പോൾ ആദ്യമായിട്ട് ഭഗവാനോട് നന്ദിയുള്ളവരായി നാം എന്ത് ചെയ്യണം? ഭഗവാനെ കാഴ്ചയുള്ള കണ്ണുകൾ തന്ന ആ മഹാ സ്നേഹമോർത്ത് ഞാൻ അങ്ങയ്ക്ക് ഒരു കോടി പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. പിന്നെ അന്നേരമായിരിക്കും നമ്മൾ കിളികളൊക്കെ കരയുകയോ അല്ലെ മറ്റ് ശബ്ദങ്ങളോ ഒക്കെ കേൾക്കുന്നത്. അപ്പോൾ കേൾവിശക്തി തന്ന അവിടുത്തെ ആ അനുഗ്രഹത്തിന് കോടാനുകോടി പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങൾ നാം ഓർക്കുന്നു, ചെയ്തു വെച്ച കാര്യങ്ങൾ ഓർക്കുന്നു. അപ്പോൾ ഓർമ്മശക്തി തന്നിട്ടില്ലേ, ബുദ്ധിശക്തി തന്നിട്ടില്ലേ? ഈ ഓരോ കാര്യത്തിനും നമ്മൾ കോടി പ്രണാമങ്ങൾ ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിക്കണം. അപ്പോൾ നമ്മളുടെ ആവശ്യങ്ങൾ പിന്നീട് പറയുമ്പോൾ അതിനേക്കാളും നമ്മൾ നന്ദിയുള്ളവരായിരുന്നാൽ അത് ഭഗവാന് ഏറ്റവും അനുഗ്രഹമായി മാറും. അനുഗ്രഹമുള്ളവരായി നാം മാറുകയാണ് ചെയ്യുന്നത്. കാഴ്ചയുള്ള കണ്ണുകൾ തന്ന മഹാകൃപയോർത്ത്, മഹാസ്നേഹമോർത്ത് സ്തുതിക്കുക. കേൾവിയുള്ള ചെവി തന്ന കൃപ, അതുപോലെ ആരോഗ്യമുള്ള ശരീരം, ബുദ്ധിയുള്ള ഒരു ബ്രെയിൻ നമുക്ക് തന്ന ആ മഹാഭാഗ്യമോർത്ത് നാം ഭഗവാനെ സ്തുതിക്കണം.
അതുപോലെ തന്നെ സ്നേഹവും കരുതലുമുള്ള ഒരു കുടുംബത്തെ തന്ന മഹാകൃപ, സ്നേഹവാത്സല്യങ്ങളുള്ള സഹോദരങ്ങളെ തന്ന ആ സ്നേഹം, അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ സ്നേഹവും കരുതലുമുള്ള ഭർത്താവിനെയോ ഭാര്യയെയോ കിട്ടിയത്, അച്ഛനമ്മമാരെ കിട്ടിയത്, അല്ലെങ്കിൽ നമുക്ക് അഭിമാനിക്കാൻ ഉള്ള, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള അല്ലെ സന്തോഷമുള്ള ജീവിതത്തിൽ സന്തോഷം തരുന്ന മക്കളെ തന്ന മഹാകൃപ, ആ സ്നേഹം, അതിനെല്ലാത്തിനും എന്തൊക്കെയാണോ, ഇതൊക്കെ എനിക്ക് കിട്ടിയ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്നേക്കാൾ വലിയ വലിയ കാര്യങ്ങൾ എന്തുമാത്രം പറയാനുണ്ടാവും ഭഗവാനോട്. ഞാൻ നിത്യേന പറയുന്നതാണ്, ഞാൻ പെട്ടെന്ന് ഓർത്ത് പറയുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും എന്തെല്ലാം കൃപ കിട്ടിയിരിക്കുന്നു. നല്ല ജോലി, നല്ല ജീവിത സൗകര്യങ്ങൾ, സാമ്പത്തിക സ്ഥിതിയുള്ള അവസ്ഥ, അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും. നല്ല പദവി, സമൂഹത്തിൽ നല്ല പദവി കിട്ടുന്നത്, അല്ലെ എല്ലാവരിൽ നിന്നും സ്നേഹവും വാത്സല്യവും, സമൂഹത്തിൽ മാന്യമായ ഒരു സ്ഥായിയായ ഒരു അവസ്ഥ കിട്ടുന്നത്. അങ്ങനെ ഓരോ ദിവസവും അങ്ങനെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഓരോ ദിവസവും നമുക്ക് കിട്ടിയ കാര്യത്തെക്കുറിച്ച് വരെയും നാം പിറ്റേന്ന് പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ ഭഗവാനോട് ഓർത്തു പറയും. അപ്പോൾ അങ്ങനെ നിരന്തരം നമുക്ക് കിട്ടിയത് മോശം കാര്യമാണേലും അതിനും ഭഗവാന് നന്ദി പറയണം. ഭഗവാന് എൻ്റെ രോഗങ്ങൾ, എനിക്ക് എന്നെ ബുദ്ധിമുട്ടിക്കുന്ന വ്യാധികൾ അത് തന്നതും അങ്ങ് തന്നെയല്ലേ, അതിനും അങ്ങയ്ക്ക് ധാരാളം നന്ദി അർപ്പിക്കുന്നു എന്ന് പറയുക. അപ്പോൾ ഭഗവാൻ തന്നെ വിചാരിക്കും, ഞാൻ ദുരിതം കൊടുത്തിട്ടും അവൾ എന്നോട് നന്ദി പറയുന്നു. അപ്പോൾ ഞാൻ കൊടുക്കുന്ന ദുഃഖങ്ങളെല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കുന്നവളാണല്ലോ, ഇവളെ ദുഃഖിക്കാൻ വിടരുത് എന്ന് ഭഗവാന് സ്വയം തോന്നും. നന്മയ്ക്കും തിന്മയ്ക്കും ആദ്യം നമുക്ക് തന്ന നന്മകളെല്ലാം ഓർത്തോർത്ത് നന്ദി പറയണം. അതിനുശേഷം നമുക്ക് കിട്ടിയ ദുഃഖങ്ങൾക്കും അതും ഭഗവാൻ തന്നതല്ലേ, ഭഗവാൻ തന്നെയാണ് നമുക്ക് ആ ദുഃഖങ്ങളും തരുന്നത്. എന്തിനാ തരുന്നത്? ഭഗവാനോട് കൂടുതൽ കൂടുതൽ അടുക്കുവാൻ. അത് പറഞ്ഞപ്പോഴാണ് ഓം നമോ നാരായണായ എന്ന മന്ത്രം എല്ലാവരും ജപിക്കുന്നുണ്ടെങ്കിലും അത് തുടർച്ചയായി ജപിച്ചാൽ അതിൻ്റെ ഫലം കിട്ടുന്നത്, അതിന് മനസ്സുകൊണ്ട് പ്രായമായവരെ, നമ്മുടെ ആത്മാവിന് അതിന് തക്ക പരിപക്വമായവരിൽ നിന്നേ അത് ജപിച്ചാൽ ഭഗവാൻ അതിൻ്റെ ഒരു അനുഗ്രഹം നമുക്ക് തരികയുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ അതിന് പക്വമാക്കുവാൻ വേണ്ടി വീണ്ടും വീണ്ടും നമ്മളെ ഉലയിലിട്ട് ഇങ്ങനെ ഉരുക്കും, വെന്തുരുകിക്കും. അപ്പോൾ ആ മന്ത്രം അധിക നേരം, ഒരു ദിവസം വൈകുന്നേരം വരെയും ചൊല്ലി അങ്ങനെ നിരന്തരം മനനം ചെയ്യാൻ. അങ്ങനെ നമ്മൾ ഭൗതികമായിട്ടുള്ള ഈ ജീവിതത്തിൽ മുഴുകിയിരിക്കുന്നവർക്ക് അത് ശ്രമിക്കേണ്ട. അതിന് പകരമാണ് ഞാൻ ഈ പറഞ്ഞത്, നമുക്ക് ജീവിത ദുഃഖങ്ങളല്ലയോ പ്രധാനം, ദൈനംദിന കാര്യങ്ങളല്ലേ പ്രധാനമായിട്ടും, ജീവിതത്തിൽ ആവശ്യങ്ങളല്ലേ നടക്കേണ്ടത്. അപ്പോൾ അതിന് ഞാൻ ആദ്യം പറഞ്ഞ മന്ത്രം തന്നെയാണ് ചൊല്ലേണ്ടത്. ഓം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ആ മന്ത്രം തന്നെ ചൊല്ലൂ. ഓം നമോ നാരായണായ കുറച്ച് പ്രായമായതിനു ശേഷം ജീവിതത്തിൽ നിന്നൊക്കെയുള്ള ഒട്ടിപ്പിടിക്കലുകളൊക്കെ വിട്ടിട്ട് നാം ക്രമേണ ഭഗവാനോട് അടുത്ത് വരുമ്പോൾ നിരന്തരം ചൊല്ലേണ്ട മന്ത്രമാണ് ഓം നമോ നാരായണായ. ഇപ്പോഴും അത് ചൊല്ലാം, പക്ഷെ നിരന്തരം അത് ചൊല്ലിക്കഴിഞ്ഞാൽ ഭഗവാൻ നമ്മളുടെ മേലൊരു ശ്രദ്ധ വരും. ആ ശ്രദ്ധ വരുമ്പോൾ ഭഗവാൻ നമുക്ക് അനുഗ്രഹിക്കാൻ തയ്യാറാവണം. അതിനുള്ള ആ ഒരു വൃത്തി നമ്മുടെ ജീവിതത്തിനോ മനസ്സിനോ വന്നിട്ടില്ലെങ്കിൽ വീണ്ടും നമ്മളെ വൃത്തിയാക്കാൻ വേണ്ടി ഭഗവാൻ വീണ്ടും നമ്മളെ ഓരോ പ്രശ്നങ്ങളിലേക്ക് വിട്ടിട്ട് നമ്മളെ വീണ്ടും കഴുകി വെടിപ്പാക്കും. നമുക്ക് ഓരോന്നും ജീവിതത്തിൽ തരുന്ന ഓരോ ദുഃഖങ്ങളെന്ന് വെച്ചാൽ നമ്മളെ ശരിയാക്കി എടുക്കുവാനുള്ള കാര്യങ്ങളാണ്. ഇപ്പം മെറ്റലുകൾ, ഗോൾഡും ഒക്കെ ഉൾപ്പെടെയുള്ളതിനെ അതിനെ അടിച്ച് പദം വരുമ്പോഴല്ലേ കൂടുതൽ നന്നായി നല്ല ഗ്ലിറ്ററിങ് ആവുന്നേ. അതുപോലെ തന്നെ ജീവിതത്തെ നല്ല ശോഭയുള്ളതാക്കണമെങ്കിൽ അതിനെ പദം വരുത്തും. ആ പദം വരുത്തിയാണ് അതിന് ഏതാണോ നാം ജപിക്കുന്ന മന്ത്രം അതിന് അനുസരിച്ച് അനുഗ്രഹം ലഭിക്കുവാൻ നമ്മളെ പാത്രരാക്കുന്നത്. അപ്പോൾ ജീവിത ദുഃഖങ്ങൾ തീരുവാൻ വേണ്ടി ഇന്ന് ഈ മന്ത്രം വൈകുന്നേരം വരെയും ജപിക്കുക, അത് തുടർന്നും ജപിക്കുക. ഏറ്റവും നല്ലതാണ്. ഈ ജീവിത പ്രാരാബ്ധങ്ങളിൽ നിന്ന് വട്ടം തിരിയുന്ന ആ ജീവിതങ്ങളെയൊക്കെ ഒന്ന് രക്ഷിച്ചെടുക്കുവാൻ പറ്റിയ ഒരു മന്ത്രജപമാണ്. ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ രൂപത്തിൽ ഭഗവാനെ നാം വിളിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഹൃദയസ്ഥനാണ് ഭഗവാൻ. നാരായണമൂർത്തിയായി, ബ്രഹ്മജ്ഞനായ, അതായത് പരബ്രഹ്മമായ നാരായണ സ്വാമിയായി ഭഗവാനെ വിളിക്കുമ്പോൾ അതിനനുസരിച്ച് ആ ബ്രഹ്മത്തിൽ നിന്ന് അനുഗ്രഹമുണ്ടാകുവാൻ ഉള്ള രൂപത്തിൽ
ഈ ഇഹത്തിൽ നിന്നുള്ള ഒട്ടിപ്പിടിക്കലുകളെല്ലാം വിട്ടിട്ട് ക്രമേണ കൊട്ട തേങ്ങയ്ക്കകത്തു നിന്ന് അതിൻ്റെ ചകിരിക്കകത്ത് തൊണ്ടിനകത്തു നിന്ന് ഇളകി വന്നാൽ അത് ക്രമേണയല്ലേ ആ ഇളകൽ, അതായത് ആ തേങ്ങയ്ക്കുള്ളിലാണ്, ആ തൊണ്ടിനുള്ളിലാണ് തേങ്ങ, പക്ഷെ അതിൽ ഒട്ടിപ്പിടിക്കുന്നില്ല. അതുപോലെ നാം നമ്മുടെ ശരീരത്തിനുള്ളിലാണ്, പക്ഷെ ശരീരവുമായി നാം ഒട്ടിപ്പിടിക്കാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ക്രമേണ വരും. അത് വരുവാൻ നമ്മളെ ഭഗവാന്റെ നാമജപങ്ങളൊക്കെയാണ്. അതിനുവേണ്ടി നമ്മളങ്ങ് ഒഴിഞ്ഞു, ഭഗവാൻ എന്നെ ശരിപ്പെടുത്തി എടുത്തോളൂ എന്ന് പറഞ്ഞ് അതാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞിരുന്നാലേ അതിലേക്ക് നാം എത്തുകയുള്ളൂ. ഞാൻ ദേവിയെ എനിക്ക് പരിചയപ്പെടുത്തി തന്ന എൻ്റെ ഒരു കൂട്ടുകാരിയെക്കുറിച്ചും ദേവി എനിക്ക് ഉണ്ടാക്കിയ മാറ്റങ്ങളെക്കുറിച്ചുമൊക്കെ ഞാൻ പറഞ്ഞു. അതിനെക്കുറിച്ച് പിന്നെയും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ദേവിയെക്കുറിച്ച്. ആ ദേവിയിലൂടെ എനിക്ക് കിട്ടിയ മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് ഞാൻ വിശദമായിട്ട് പറഞ്ഞില്ലായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ ഘട്ടങ്ങളിൽ ജീവിതത്തെ ഒറ്റയ്ക്കിങ്ങനെ കൊണ്ടുപോകാൻ കഴിയില്ലാത്ത ഒരു വൈതരണി, അതായത് ഒരു പഠനവും പുസ്തകങ്ങളുടെ ലോകവും സാഹിത്യവും സംഗീതവും ഇങ്ങനെയൊക്കെയുള്ള ഒരു ലോകത്ത് ജീവിച്ചിരുന്ന ഞാൻ പൊടുന്നനെ വിവാഹിതയാകുകയും കുട്ടികളുടെ ചെറിയ കുഞ്ഞുങ്ങളെ നോക്കുന്ന ഒറ്റയ്ക്ക് ഉള്ള ഒരു ജീവിതം നയിക്കേണ്ടി വരികയൊക്കെ ചെയ്യുമ്പോൾ ഒരു പ്രായോഗിക പരിജ്ഞാനമില്ലാത്ത ഒരു വ്യക്തിക്കുണ്ടാകുന്ന പ്രായോഗിക പരിജ്ഞാനം എന്ന് വെച്ചാൽ കുടുംബജീവിതത്തിൽ എല്ലാവരും പ്രായോഗികമായിട്ട് നേരത്തെ ഇതെല്ലാം എക്സ്പീരിയൻസ്ഡ് ആയിട്ട് വന്നവരല്ല എങ്കിലും വീടും എല്ലാം ഇങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളും സൗഹൃദങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇടപഴകി വരുന്ന കുട്ടികളും ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പുസ്തകങ്ങളുടെ ലോകത്ത് ജീവിക്കുന്ന ഒരു കുട്ടിയൊക്കെ തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അതെൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് മനസ്സിലായി. പ്രായോഗിക ജീവിതം ആവശ്യം പോലെ കിട്ടിയ ഒരു വ്യക്തിയാണ് എൻ്റെ കൂട്ടുകാരിയായി എനിക്ക് ദേവി കാണിച്ചതെന്നവൾ. അവൾക്ക് അത് കാരണം എന്നേക്കാൾ എത്രയോ ജീവിതത്തിൻ്റെ അറിവുണ്ട്. എനിക്ക് ആ പ്രായോഗിക ജീവിതത്തിൻ്റെ അറിവല്ല ഉള്ളത്, അതിനുപരിയായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് എനിക്കറിയാവുന്നത്. അപ്പോൾ എനിക്ക് ഇത് ഈ ദേവിയിലേക്ക് ഞാൻ വന്നപ്പോൾ ദേവി നമ്മളെ ശരിയാക്കി ഒരു അർത്ഥമുള്ള ജീവിതം അല്ലെങ്കിൽ ഒരു ബലമുള്ള ജീവിതമാക്കി നമ്മുടെ മനസ്സിനെ അങ്ങോട്ട് മാറ്റി ജീവിതത്തെ നേരിടാനുള്ള ഒരു ശക്തി തന്നു വന്നപ്പോൾ ക്രമേണ ആ ശക്തി നമ്മളിൽ വർദ്ധിക്കാൻ തുടങ്ങി. ദേവിയുടെ ഒരു അപാരമായ ഒരു ശക്തി. അപ്പോൾ ഒരു ശക്തി കൂടുതൽ നമ്മളിലേക്ക് നമ്മൾ സ്വയം പര്യാപ്തതയിലേക്ക് എത്തുമ്പോൾ പിന്നെ നമ്മളൊരു ആരുമായിട്ടും വളരെ ഡിപ്പെൻഡ് ആകാൻ പോവുകയില്ല. കാരണം നമ്മൾ സ്വയം എല്ലാത്തിനും പക്വതയുള്ളവരായി മാറി. എന്ത് വന്നാലും മാനേജ് ചെയ്യാനുള്ള കഴിവ് നമുക്ക് ദേവി തരും. അപ്പോൾ മറ്റുള്ളവരെയുള്ള ആശ്രയിക്കുന്ന ആ മനോഭാവം എനിക്ക് നേരത്തെയും ആശ്രയ മനോഭാവം ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ബന്ധുക്കളുടെയോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലേക്ക് എൻ്റെ മക്കളെ കൊണ്ടാക്കിയിട്ട് എനിക്ക് സ്വതന്ത്രമായിട്ട് പോകാമായിരുന്നു. എനിക്കങ്ങനെ ഒരു ദിവസം പോലും ആരെയും ബുദ്ധിമുട്ടിക്കുന്ന ഇഷ്ടമല്ല, ഒരു നേരത്തേക്ക് പോലും. അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു മൈൻഡായിപ്പോയി. അതും ഭഗവാൻ സൃഷ്ടിച്ച മൈൻഡല്ലേ. അപ്പോൾ ഈ ദേവിയിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കും തോറും ദേവിയുടെ ഒരു അപാരമായ ശക്തിവിശേഷം നമുക്ക് വരികയും നമുക്ക് എന്ത് ജീവിത പ്രശ്നങ്ങൾ വന്നാലും ആരെയും കൂട്ടുപിടിക്കാതെ നമുക്കത് തന്നെ മാനേജ് ചെയ്യാനുള്ള കഴിവ് വരികയും ക്രമേണ വ്യക്തിബന്ധങ്ങളിൽ നിന്നും അതുപോലെയുള്ള സാമൂഹിക അന്തരീക്ഷങ്ങളിൽ നിന്നൊക്കെ ക്രമേണ മനസ്സുകൊണ്ട് ഇങ്ങനെ ഒതുങ്ങി വന്നിട്ട് നമ്മൾ വേറൊരു തലത്തിലേക്ക് അങ്ങ് മാറുകയാണ് ചെയ്തത്. മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ഏതെങ്കിലും ഒരു വ്യക്തികളുമായിട്ട് കൂടുതൽ മനസ്സുകൊണ്ട് അടുപ്പം വരികയോ അറ്റാച്ച്മെൻ്റ് ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുന്നതിൽ നിന്നും എന്നെ ദേവി ക്രമേണ വിടുവിച്ചു. അഥവാ എന്തെങ്കിലും അങ്ങനെ ഒരു മനസ്സിലേക്കൊന്ന് സ്ട്രെസ് ചെയ്ത് വരുന്ന ഏതെങ്കിലും ഒരു ബന്ധങ്ങളോ അല്ലെങ്കിൽ സൗഹൃദങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ദേവിയോട് കുറെ കൂടെ അടുപ്പം കാണിച്ച് ദേവിയെ കുറച്ചുകൂടി പ്രാർത്ഥനയോടുകൂടി സ്നേഹത്തോടുകൂടി ദേവിയോട് സംസാരിച്ചു കഴിഞ്ഞാൽ അതും അവിടെ നിലംപരിശാവുകയാണ് ചെയ്യുന്നത്. ഒന്നിലേക്ക് നമുക്കൊരു മനസ്സിനൊരു ബാധ്യതയുണ്ടാകാതെ എല്ലാവരും കാണും. നമ്മുടെ പുറമേ നമ്മളെ സ്നേഹിക്കാനും നമ്മളെ കാണാനും സന്തോഷിക്കുവാനും ഒക്കെ എല്ലാവരും ഉണ്ട്. പക്ഷെ നമ്മളെ അതൊന്നും ബാധിക്കത്തില്ല. നമുക്കിഷ്ടം ആയിട്ട് ഒരു വ്യക്തിയും ഇഷ്ടമായിട്ടെന്നല്ല, ഇഷ്ടമുള്ളവരാണ് എല്ലാം. പക്ഷേ നമ്മളുടെ മനസ്സിൽ കയറി കുടിയിരിക്കാൻ പറ്റിയ അല്ലെ മനസ്സിനെ ശല്യപ്പെടുത്തുക എന്ന് വെച്ചാൽ സ്നേഹം സന്തോഷം എല്ലാം കൊണ്ട് ശല്യം അങ്ങനെ നിരന്തരം ഓർക്കണ്ട അങ്ങനെ ഒരു വ്യക്തി
വ്യക്തി ബന്ധം ജീവിതത്തിൽ ഭഗവാനും ദേവിയും നമുക്ക് തരില്ല. നമ്മളെ പൂർണ്ണമായിട്ടും സ്വതന്ത്രരാക്കുകയാണ് ചെയ്യുന്നത്. ഒരു മറ്റുള്ള ഭൗതിക ലോകത്തെ ആഗ്രഹങ്ങളിലേക്ക് ഒന്നിലേക്കും ഭഗവാനും ദേവിയും നമ്മളെ പറഞ്ഞു വിടുകയില്ല. ഇപ്പോൾ എനിക്ക് ഈ ദേവിയെ പരിചയപ്പെടുത്തിയ ആ കൂട്ടുകാരിയോട് പോലും ഒരു മനസ്സിൽ നിന്ന് ഒരു ഇതങ്ങ് മനസ്സിലോട് ചേർത്ത് വെച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ എത്രയോ വ്യത്യസ്തമായി ഇന്ന് എൻ്റെ മനസ്സ് വളരെ ശൂന്യമായിട്ട്, മനസ്സ് ശൂന്യമല്ല, ഭഗവാനും ദേവിയാണത്. ഭൗതിക ലോകങ്ങളൊന്നും അതിനകത്തിൽ എന്നെ ഇങ്ങനെ ബാധിക്കുന്ന, എന്നെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യങ്ങളും അതിലേക്ക് കടന്നു വരികയില്ല. എല്ലാത്തിനെയും സമഭാവനയോടെ കാണാനുള്ളൊരു അവസ്ഥ ഭഗവാൻ തന്നി. പക്ഷേ ഇത് ഇങ്ങനെ തന്നെ തുടരണം. നേരത്തെ എങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നെങ്കിലും ദേവിയിലൂടെ എങ്ങനെ തന്നെ ഞാൻ കടന്നു വന്നെങ്കിലും ഇടയ്ക്കൊക്കെ ഒരു സ്ലിപ്പായി പോകുമായിരുന്നു. മനസ്സ് നമ്മുടെ കയ്യിൽ നിന്ന് നിൽക്കാതെ പോകുമായിരുന്നു. അപ്പോഴും ദേവിയോട് തന്നെ ഞാൻ നിരന്തരം പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നത്. ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും ഒരു മനസ്സിനെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്ന മറ്റ് കുറച്ച് ബന്ധങ്ങളാണ് ഈ എന്നെ ശ്രദ്ധിക്കുന്ന വ്യൂവേഴ്സ്, നിങ്ങൾ ഓരോ പ്രിയപ്പെട്ട ഭക്തരും, നിങ്ങളെക്കുറിച്ച് ഞാനിപ്പോൾ നിരന്തരം ഓർക്കാറുണ്ട്. എവിടെയോ ഇരുന്ന് എന്നെ കാണുക പോലും ചെയ്തിട്ടില്ലാത്ത, എൻ്റെ വാക്കുകൾ മാത്രം ശ്രവിക്കുന്ന ഭഗവാന്റെ ഭക്തരും ഞാനുമായിട്ടുള്ളൊരു ഇൻ്ററാക്ഷൻ മനസ്സുകൊണ്ട്, അതെവിടെ ഇരുന്നാലും ആര് എന്നെക്കുറിച്ച് ഓർത്താലും അല്ലെങ്കിൽ ചിന്തിക്കുകയൊക്കെ ചെയ്താലും എനിക്കത് പെട്ടെന്ന് മനസ്സിലാവും. പണ്ട് കുട്ടിക്കാലത്ത് ശ്രീ ശങ്കരാചാര്യരെ കുറിച്ച് പഠിച്ചപ്പോൾ കേട്ടിട്ടുണ്ട്, ശങ്കരാചാര്യർ പുരിയിലോ അല്ലെങ്കിൽ കാശിയിലോ എവിടെ ഇരുന്നാലും അമ്മ ഓർക്കുന്ന സമയത്ത് തന്നെ അമ്മയുടെ അരികിലേക്ക് ഓടിയെത്തുമെന്ന് ശങ്കരാചാര്യർ എന്ന് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് വിചാരിക്കും ഇദ്ദേഹത്തിന് ഭയങ്കര അത്ഭുത സിദ്ധികളൊക്കെ കിട്ടിയിട്ടുണ്ടാവും, അതുകൊണ്ടല്ലേ അമ്മ ഓർക്കുമ്പം അമ്മയെ കാണാൻ വേണ്ടി അരികിലേക്ക് ഓടിയെത്തുന്നതെന്ന്. പക്ഷേ ഈ കാലാന്തരം കഴിഞ്ഞപ്പോൾ എനിക്കും അത് വളരെ അനുഭവമായി. ഞാൻ എവിടെയും തപസ്സനുഷ്ഠിക്കാനൊന്നും പോയിട്ടും വലിയ മഹത് വ്യക്തിയായിട്ടും ഒന്നും അല്ല. നമുക്ക് ഭഗവാനിലേക്കുള്ളൊരു ഏകാഗ്രമായ മനസ്സ് വന്നു കഴിഞ്ഞാൽ നമ്മളെ ആഗ്രഹിക്കുകയും നമ്മളെ ഓർക്കുകയൊക്കെ ചെയ്യുന്നവരെ നമുക്കും എവിടെ ഇരുന്നാലും അറിയാൻ കഴിയും. അവരുടെ സാന്നിധ്യം നാം ആഗ്രഹിക്കുന്നെങ്കിൽ നാമും അവിടെ എത്തിയിരിക്കും. ഞാൻ അങ്ങനെ എൻ്റെ അമ്മയുടെ അടുക്കേ എത്താറുള്ളൂ. അമ്മ ആഗ്രഹിക്കുന്ന സമയത്തൊക്കെ ഞാൻ ആ ഒരു സ്പോട്ടിൽ എനിക്ക് അമ്മയുടെ അടുക്കേ എത്തണമെന്ന് തോന്നും. ഞാൻ കടന്നങ്ങോട്ട് ചെല്ലുമ്പോൾ എൻ്റെ വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ അമ്മ പറയും, ഇത്തിരി മുമ്പേ ഒരു സൗണ്ട് കേട്ടപ്പോൾ മോളാണ് വരുന്നതെന്ന് എനിക്ക് തോന്നി. ഞാനങ്ങോട്ട് ഓർത്തതേ ഉള്ളൂ. ഈ ഏറ്റവും അവസാനം പോയപ്പോഴും അമ്മ പറഞ്ഞ്, ഇത്തിരി മുമ്പേയും കൂടെ ഞാൻ നിന്നെ ഓർത്തതേ ഉള്ളായിരുന്നെന്ന്. അപ്പോൾ അമ്മ എവിടെ ഇരുന്ന് ഓർത്താലും എനിക്ക് അറിയാൻ കഴിയും. ഞാൻ അവിടെ എത്തും ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ. അപ്പോൾ അതാണ് മനസ്സുകൾ തമ്മിലുള്ള ഒരു ഇൻ്ററാക്ഷൻ. അത് ഭഗവാനുമായിട്ട് ഒരടുപ്പം വന്നു കഴിയുമ്പോൾ ഭഗവാനാണ് മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതെങ്കിൽ നമുക്ക് നമ്മളെ ആരെവിടെ ഇരുന്ന് ഓർത്താലും നമുക്കത് അറിയാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ ഭഗവാനും ദേവിയുമൊക്കെ ആയിട്ടുള്ള നിരന്തരമായിട്ട് നമ്മളതിന് വിട്ടുകൊടുക്കണം. നമ്മളിങ്ങനെ സാധാരണഗതിയിൽ കുറച്ച് നേരം നാമജപത്തിനോ അല്ല പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടൊരു ടൈം വെച്ചിട്ടുണ്ട്. ആ ടൈമിൽ നമ്മൾ നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക, അന്നേരം ദേവി നാമങ്ങൾ ജപിക്കുക, ഭഗവാന്റെ നാമങ്ങളൊക്കെ ജപിക്കുക. അത് കഴിയുമ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് ഓക്കെ ആയി നമ്മുടെ ജോലികളൊക്കെ ചെയ്യുക, മറ്റു കാര്യങ്ങളിലേക്ക് അങ്ങ് വ്യാപരിക്കുക. അപ്പോൾ നമ്മൾ അതിനു വേണ്ടിയാണ് മനസ്സ് വിട്ടുകൊടുത്തേക്കുന്നത്. കുറച്ച് നേരത്തേക്ക് വേണ്ടി ഒരു ഡ്യൂട്ടി പോലെ ഭഗവാനെ ഓർക്കുക, അല്ലെ ഭഗവാനോട് അല്പസമയം ഇരിക്കുക. അങ്ങനെ അല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ വൈകുന്നേരം വരെയും പൂജാമുറിയിൽ ഇരിക്കുന്നു എന്നല്ല ഇതിന് അർത്ഥം. ഭഗവാന് ഇനിയിപ്പോൾ ഈ പൂജാമുറിയിലൊന്നും ഇരിക്കേണ്ട പോലും കാര്യം വരുന്നില്ല. സത്യം പറഞ്ഞാൽ എല്ലായിടവും എവിടെ ഇരുന്നാലും എനിക്ക് ഭഗവാന്റെ കാര്യങ്ങൾ പറയാനും ഭഗവാനെക്കുറിച്ച് ഓർക്കുവാനും, ഭഗവാൻ എവിടെയും ഒരു പരിധിയില്ലാതെ കയറി വരും ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക്, ദേവിയും എല്ലാം. കാരണം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഇവരെ നാമങ്ങൾ കുടിയിരുത്തി വെച്ചിരിക്കുന്നത്. അതിന് ക്ഷേത്രം നമ്മുടെ ഉള്ളിൽ തന്നെയല്ലേ, നമ്മൾ തന്നെയാണ് ക്ഷേത്രം. ക്ഷേത്രജ്ഞനായ ഭഗവാൻ ക്ഷേത്രത്തിൻ്റെ ആ ശ്രീകോവിലിനുള്ളിൽ കുടികൊള്ളുന്നു എന്ന ആ ഒരു തത്വം നമ്മൾ ഭഗവത്ഗീതയിൽ പഠിച്ചതായിരുന്നു. അപ്പോൾ ആ ക്ഷേത്രജ്ഞൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന, ക്ഷേത്രജ്ഞനെ സന്തോഷിപ്പിക്കുന്ന ആ മൂലപ്രകൃതിയായ മായാസ്വരൂപിണിയായ ദേവിയും നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുമ്പോൾ
നമുക്ക് പിന്നെ പ്രത്യേകിച്ചൊരു സമയമോ കാലമോ ഒന്നും ആവശ്യമില്ല. എപ്പോഴും നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നു ദേവിയും ഭഗവാനും ഒക്കെ. അപ്പോൾ അതിന് ആ ഒരു നിയന്ത്രണം, നിങ്ങളും എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ഓരോരുത്തരും ഭഗവാൻ ഉള്ളിലേക്ക് കടന്നു വരുവാൻ ഒരു നിയന്ത്രണം വയ്ക്കരുത്. നമ്മൾ നമ്മുടെ ജോലിയെല്ലാം ചെയ്തോളൂ. എല്ലാ ജോലി ഞാനും എല്ലാം ഒരു സാധാരണ വീട്ടമ്മയെ പോലെ എല്ലാ ജോലിയും ചെയ്യുന്ന കൂട്ടത്തിലാണ്. എല്ലാ ജോലിയും ചെയ്യുന്നു. പക്ഷേ അതിനിടയിലും വേറെ ആരെയും മനസ്സിലോട്ട് കടന്നു വരാനും മറ്റ് ചിന്തകൾ കടന്നു വരുമ്പോൾ ഉടനെ അതിനെ ആട്ടി അകറ്റണം. അവിടെ വീണ്ടും ഭഗവാനെ പിടിച്ചിരുത്തണം. അങ്ങനെ ക്രമേണ അതൊരു ജോലിയായിട്ട്, അതൊരു നിരന്തരം നാം മനഃപൂർവ്വം ചെയ്യുന്നൊരു ജോലിയായി ചെയ്ത് വന്നു കഴിയുമ്പോൾ ഭഗവാൻ അവിടെ അങ്ങ് സ്ഥിരമായിട്ടിരിക്കും. നമ്മൾ പിന്നെ ആട്ടി ഓടിക്കാനൊന്നും വേറെ ചിന്തകൾ അവിടെ കടന്നു വരികയോ വ്യക്തികളോ സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ ഭൗതിക മോഹങ്ങളോ ഒന്നും അവിടെ വരികയില്ല. എല്ലാവരും നമ്മളോട് സ്നേഹവും കാരുണ്യവും കരുതലും ഒക്കെ കാണിക്കും. പക്ഷെ അതൊന്നും നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കത്ത് പോലും ഇല്ല. ഇതൊക്കെ എന്ത് തുച്ഛം, മനുഷ്യരങ്ങോട്ടും ഇങ്ങനെ സ്നേഹിക്കുന്ന എന്തെങ്കിലുമൊക്കെ കണ്ടീഷണൽ ലവിനല്ലേ എന്ന് തോന്നും. അൺകണ്ടീഷണൽ ലവ് തരാൻ വേണ്ടി ഹൃദയത്തിൽ ഭഗവാനും ദേവി ഇങ്ങനെ ഇരുന്ന് പ്രസാദിക്കുന്ന, ദേവിയുടെ മനോഹരമായ സുന്ദരമായ തിളങ്ങുന്ന ആ കടക്കൺ മിഴിയുള്ള ആ നോട്ടവുമായിട്ട് ദേവി ഉള്ളിൽ ഇരുന്നിങ്ങനെ ചിരിക്കുമ്പോൾ വേറെ ഏത് ദേവിമാരെയാണ് വേറെ ഏത് വ്യക്തികളെയാണ് നമ്മൾ കാണാൻ കേൾക്കാനും സന്തോഷിക്കാൻ പോകുന്നത്? പിന്നെയോ ഭൂലോക സുന്ദരനായ ഭഗവാൻ ഇങ്ങനെ നമ്മുടെ ഹൃദയത്തിലിരുന്ന് ഓടക്കുഴൽ വായിച്ചുകൊണ്ട് ഇങ്ങനെ ചിരിച്ചും കളിച്ചും ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ പിന്നെ നമുക്ക് ആരെയാണ് പിന്നെ കാണാൻ? ഭൂമിയിലുള്ള സുന്ദരിയായിട്ടുള്ള ഏത് വ്യക്തികളെക്കാളും ഏറ്റവും സുന്ദരിയാണ് ദേവി. ഭൂമിയിലെ എല്ലാ സൗന്ദര്യവും സൃഷ്ടിച്ച ആളാണ് ദേവി. അപ്പോൾ ആ ദേവിയുടെ സൗന്ദര്യത്തിൻ്റെ ഒരു അംശം എടുത്താണ് മറ്റ് മനുഷ്യർക്ക് സൗന്ദര്യം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥ സൗന്ദര്യത്തിൻ്റെ പൂർണ്ണകുംഭമായ ദേവി നമ്മുടെ ഉള്ളിലിരിക്കുന്നു. പിന്നെ ഏത് സൗന്ദര്യം തേടിയാണ് നമ്മൾ പുറകേക്ക് പോകുന്നത്, വെളിയിലേക്ക് പോകുന്നത്? അതുപോലെ തന്നെ ബ്രഹ്മാണ്ടം സൃഷ്ടിച്ച ലോകസുന്ദരനായ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിലിരുന്ന് ആ ഓടക്കുഴലൂതി നമ്മളെ സന്തോഷിപ്പിക്കുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ഏത് സൗന്ദര്യം തേടിയാണ് പുറത്തേക്ക് പോകേണ്ടത്? ഇനി ആരെയാണ് സൗന്ദര്യമുള്ളവരെ കാണേണ്ടത്? ഒന്നുമില്ല. ഏറ്റവും ഗുണമുള്ളവൻ ആരാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് മനുഷ്യരായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തികളിൽ അവർക്ക് കുറച്ച് നല്ലവരാ, അവർക്ക് നല്ല മാനേഴ്സ് ഉള്ളവരാ, അല്ലെ നല്ല ക്യാരക്ടറാ എന്നൊക്കെ പറയും. പക്ഷേ ഒരു പൂർണ്ണമായ തികവുള്ള ഒരു ക്യാരക്ടറുള്ള വ്യക്തിയെന്ന് വെച്ചാൽ ഭഗവാനേ ഉള്ളൂ. അത്രയും എല്ലാവർക്കും ക്യാരക്ടറും എല്ലാ തികവും കൊടുക്കുന്ന ഭഗവാൻ എത്ര പൂർണ്ണനാണ്. ആ ഭഗവാൻ നമ്മുടെ ഉള്ളിലിരിക്കുമ്പോൾ നാം വേറൊരു പൂർണ്ണതയുള്ളവരെ ഭൂമിയിൽ എവിടെയും തിരഞ്ഞാൽ കാണില്ല. ഐശ്വര്യവതിയായ ഒരു വ്യക്തിയെ വേറെ ലോകത്തും കാണത്തില്ല, ദേവിക്ക് അപ്പുറം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ നിറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് പുറം ലോകമായിട്ടൊന്നും ഒരു ബന്ധമുണ്ട്. നമ്മൾ സാമൂഹിക ജീവിയല്ലേ. പക്ഷേ അവിടെ ഉള്ള ഒരു മനുഷ്യരും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് ആരെയും അവിടെ ഒരു സീറ്റ് കൊടുക്കാൻ തോന്നത്തില്ല. ഒരു ബന്ധനങ്ങളെയും പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നമ്മുടെ കർത്തവ്യമനുസരിച്ചാണ്. എല്ലാവരോടും സ്നേഹവും, അതാതിപ്പം മക്കൾ, ഭർത്താവ്, ഭാര്യ, അമ്മ, അച്ഛൻ, അവരോടൊക്കെ നമ്മുടെ കടമ ആ ബന്ധത്തിൻ്റെ സ്നേഹവും കരുതലും കൊടുക്കണം. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ നാഥയുമായിട്ട് ഭഗവാനെയും ദേവിയെയും ഉള്ളിൽ കുടിയിരുത്തുകയും വേണം. അപ്പോൾ ഇതൊക്കെയാകട്ടെ ഇന്നത്തെ ചിന്തകൾ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നാമം ജപിക്കാൻ മറക്കരുത്. ഇന്ന് ജപിക്കുന്ന നാമം ഓം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ആ ഗോവിന്ദൻ്റെ പത്മപാദങ്ങളിൽ എല്ലാവരെയും ചേർത്ത് പ്രാർത്ഥിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.